ഹായ്. നമ്മളെല്ലാവരും അമ്പലത്തിൽ പോണവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ? പക്ഷെ നമ്മൾ പ്രാർത്ഥന ശരിയാണോ? നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക എന്തായാലും ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട്, ഭഗവാനെ എൻ്റെ അസുഖം മാറണമേ, എൻ്റെ ഭഗവാനെ എൻ്റെ കടം തീർത്ത് തരണമേ, അങ്ങനെ നമ്മളുടെ ബുദ്ധിമുട്ടുകളാണ് പറയും. അത് തീർത്ത് തരണേന്ന് നമ്മൾ ഭഗവാനോട് പറയും. പക്ഷെ ഭഗവാൻ നമുക്ക് അതൊക്കെ തീർത്ത് തരുന്നുണ്ടോ? പക്ഷെ സത്യത്തിൽ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയോ? ഭഗവാന്റെ അടുത്ത് ചെന്നാൽ, ഭഗവാനെ എനിക്ക് രോഗമില്ലാത്തൊരു ശരീരം തന്നതിന് ഒരുപാട് നന്ദി, ഞാൻ സമ്പൽ സമൃദ്ധനായതിന് ഒരുപാട് നന്ദി, എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല നിലയിൽ നടത്തി തന്നതിന് ഒരുപാട് നന്ദി. ഭഗവാനോട് നമ്മൾ പറയുമ്പോൾ പോസിറ്റീവായിട്ട്, നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് നെഗറ്റീവ് അല്ലേ? എൻ്റെ കടം, എൻ്റെ ബുദ്ധിമുട്ട് എന്നൊക്കെ, അതൊക്കെ നെഗറ്റീവ് പ്രാർത്ഥനകളാണ്. പക്ഷെ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ഭഗവാനോട് പറയണം. നമ്മൾ പോസിറ്റീവായിരിക്കണം. എനിക്ക് എല്ലാം തന്നതിന്, എൻ്റെ സമ്പൽ സമൃദ്ധിക്ക്, എൻ്റെ എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ട് നന്ദി ഭഗവാനോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് പോസിറ്റീവ് പ്രാർത്ഥനയാണ്. പിന്നെ നിങ്ങൾക്ക് ഡെയിലി എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ അമ്പലനടയിൽ നിന്നിട്ടല്ല, നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ എപ്പോഴും അനുകൂലമായ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയാ. എങ്ങനെയെന്നറിയോ? അനുകൂലമായ സാഹചര്യങ്ങൾ എന്നിലേക്ക് വന്നതിന് നന്ദി, അനുകൂലമായ വ്യക്തികളോട് ഇടപെടാൻ കഴിഞ്ഞതിൽ എന്നിലേക്ക് വന്നതിന് നന്ദി, അനുകൂലമായ സാഹചര്യങ്ങൾ, എല്ലാം അനുകൂലം. നമ്മളെ നാവുമ്പെന്ന് വരുന്ന മുഴുവൻ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അത് മുഴുവൻ അനുകൂലമാക്കി തന്നല്ലോ ഭഗവാനെ. നമുക്ക് നടന്നതുപോലെ നമ്മൾ ഭഗവാനോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. എപ്പോഴും നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടോ. ഇതിന് അങ്ങനെ സമയപരിധിയൊന്നുമില്ല. ഏത് സമയത്തും നമ്മൾ ആഗ്രഹങ്ങൾ മുഴുവൻ നടന്നതായിട്ട് ഭഗവാനോട് പറഞ്ഞിട്ട് നന്ദി പറയുക കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളെ സമ്പന്നതയിലേക്ക് എത്തണത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ.